തൃശൂർ പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കവർച്ച. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ നിന്ന് ഉച്ചയോടെയാണ് കവർച്ച നടന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ജീവനക്കാരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും രീതിയിൽ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കവർച്ച നടന്നിരിക്കുന്നത്. നിലവിൽ എത്ര രൂപയാണ്, അല്ലെങ്കിൽ എന്താണ് നിലവിലെ നാശനഷ്ടങ്ങൾ? എങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ ഒരു വിശദാംശങ്ങൾ? അതുല്യം ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഇങ്ങനെ ഒരു ബാങ്ക് മോഷണം, റോബറി നടക്കുന്നത്. സ്കൂട്ടറിലാണ് ഈ മോഷ്ടാവ് എത്തിയത്. ഒരാൾ മാത്രമായിരുന്നു ഈ മോഷണം നടത്തിയതിന് പിന്നിലുള്ളത്. സ്കൂട്ടറിലെത്തിയ ഇയാൾ കയ്യുറ, അതുപോലെ തന്നെ ജാക്കറ്റ്, ഹെൽമറ്റ് ഉൾപ്പെടെ ഉള്ളവ ധരിച്ചിട്ടാണ് ബാങ്കിനകത്തേക്ക് കയറിയത്. ഈ സമയത്ത് ഭക്ഷണത്തിനുള്ള ഇടവേളയായിരുന്നു, ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ജീവനക്കാരിൽ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കുന്നതിനുള്ള മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു ഇയാൾ ബാങ്കിനകത്തേക്ക് കയറിയത്. ഈ കയറിയ സമയത്ത് 2 ജീവനക്കാർ ഈ ഭക്ഷണം കഴിക്കുന്ന മുറിക്ക് പുറത്തായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെയാണ് കത്തി കാട്ടി ഇയാൾ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ഈ ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്ക് ഇവരെ 2 പേരെയും ആക്കി ഭക്ഷണം കഴിക്കുന്ന മുറിയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടുകയായിരുന്നു. തുടർന്നാണ് ഈ ക്യാഷ് കൗണ്ടറിലെത്തി ഇയാൾ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ കവർന്നത്. പിന്നീട് അവിടെ നിന്നും തൽക്ഷണം ഇയാൾ വന്ന ബൈക്കിൽ തന്നെ, സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ചാലക്കുടി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രാഥമികമായ ഒരു നിഗമനമുള്ളത് 15 ലക്ഷത്തോളം രൂപ മോഷണം പോയതായാണ് ഒരു നിഗമനം. പക്ഷേ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കണക്കുകൾ ഉൾപ്പെടെ നോക്കേണ്ടതുണ്ട്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന പണം മുഴുവനും അപഹരിച്ചതായാണ് ലഭിക്കുന്ന സൂചന. വെള്ളാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തും. റൂറൽ SP ഉൾപ്പെടെ ഇപ്പോൾ ബാങ്കിലേക്ക് എത്തും. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഇയാൾ ബാങ്കിലേക്ക് കയറി വരുന്നതും ബാങ്കിലെ കയറി 2 ജീവനക്കാരെ, അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാത്ത 2 ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കുന്നവരുടെ മുറിയിലേക്ക് മാറ്റുന്നതും ഒക്കെ CCTVയിലുണ്ട്. പിന്നീട് ക്യാഷ് കൗണ്ടറിലെത്തി അവിടെ ഉണ്ടായിരുന്ന പണം അപഹരിക്കുന്ന അടക്കം CCTVയിലുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കൃത്യമായി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ തന്നെ അത് വ്യാജമായിരിക്കുമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. എന്തായാലും ആളെ തിരിച്ചറിയാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഹെൽമറ്റ് ഉണ്ട്, കയ്യുറയുണ്ട്, ജാക്കറ്റ് ഉണ്ട്, എല്ലാ സകലവിധ സംവിധാനങ്ങളോടെയാണ്, കത്തിയുമായിട്ടാണ് ഇയാൾ മോഷണത്തിനായി ബ്രാഞ്ചിനകത്തേക്ക് എത്തിയത്. എന്തായാലും പോലീസിന് ഒരു കണക്കുകൂട്ടലുള്ള ഈ ബാങ്കിലെ ഭക്ഷണത്തിന്റെ ഇടവേള സമയം കൃത്യമായി അറിയുന്നവരാണ്. ഈ ഇടവേള സമയത്ത് എത്തിയാൽ ഭൂരിഭാഗം പേരും ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്നുള്ളൊരു നേരത്തെ കൂട്ടിയുള്ള കണക്കൂട്ടലൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരിക്കും ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ ഇപ്പോൾ ഉള്ള ഒരു നിഗമനം. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് ഉൾപ്പെടെയുള്ള CCTVയുടെ ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും മോഷണത്തിനെ കുറിച്ചുള്ള തുമ്പ് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് ഉള്ളത്. അതുല്യ. അനീഷ്, ഈ ഒരു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ഈ അക്രമിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സൂചനകൾ CCTV ദൃശ്യങ്ങളിൽ നിന്നോ, അതല്ലെങ്കിൽ ഈ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ പോയ വഴിയിൽ നിന്ന് മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ദൃശ്യങ്ങളിൽ നിന്നോ ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ഏത് വശത്തേക്കാണ് പോയത്? അത്തരത്തിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. സ്കൂട്ടർ വന്ന വഴി, അതുപോലെ പോയ വഴി, ഈ 2 മേഖലകളിലുള്ള CCTVകൾ ഉൾപ്പെടെ, ദേശീയപാതയിലുള്ള CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കാനാണ് നീക്കം. എന്തായാലും നിലവിൽ ഈ ബാങ്കിനുള്ളിൽ വെച്ചിട്ടുള്ള CCTVയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളിൽ ഇയാളെ കുറിച്ച് യാതൊരു തുമ്പും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹെൽമറ്റ് ഉണ്ട്, കയ്യുറയുണ്ട്, ജാക്കറ്റ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും അടക്കം ആളെ ഒരു കാരണവശാലും തിരിച്ചറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത രീതിയിലാണ് ഇയാൾ ബാങ്കിലേക്ക് കയറി വന്നത് എന്നതാണ് പോലീസിനെ കുഴക്കുന്ന കാര്യം. മാത്രമല്ല, സ്കൂട്ടറിന്റെ നമ്പർ മറ്റ് ബാങ്കിന് സമീപത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ CCTVയിൽ പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അഥവാ പെട്ടാൽ തന്നെ അത് വ്യാജമായിട്ടുള്ള നമ്പർ പ്ലേറ്റ് ആയിരിക്കും എന്നൊരു കണക്കൂട്ടലും പോലീസ്. എന്തായാലും ബാങ്കുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബാങ്കിലെ ഇടപാടുകൾ നടത്തി വല്ല പരിചയമുള്ള ആൾ ആയിരിക്കും എന്നൊരു കണക്കുകൂട്ടൽ ഉൾപ്പെടെ പോലീസിനുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭക്ഷണത്തിന്റെ ഇടവേള കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കണം. ഈ സമയത്ത് ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്ന ഒരു വിവരം നേരത്തെ കൂട്ടി അറിയുന്ന ഒരാളായിരിക്കും ഇത്തരത്തിൽ മോഷണത്തിന് പിന്നിലുള്ള ഒരു കണക്കൂട്ടൽ കൂടി പോലീസിനുണ്ട്. അതുല്യ. അത്തരത്തിൽ ഈ ബാങ്കുമായി ബന്ധമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ബാങ്കിനോട് ഏതെങ്കിലും രീതിയിൽ വിരോധമുള്ള ആരെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെ നടത്തിയ ഒരു കൊള്ളയാണ്, ആ ഒരു സാധ്യതയിലേക്കാണോ അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്? അതുല്യ, മോഷ്ടാവിന് പ്രത്യേകിച്ച് ബാങ്കുമായി യാതൊരു വിരോധവും ഉണ്ടാവില്ല. മോഷ്ടാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പണം അപഹരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. യാതൊരു വിരോധത്തിന് പുറത്തൊന്നും ആയിരിക്കില്ല. അയാൾക്ക് പണം അവിടെ നിന്നും മോഷ്ടിക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഇയാൾ അവിടെ വന്നിട്ടുള്ള. ബാങ്കുമായി മറ്റൊരു വിരോധമുള്ള ഒരാളാണെന്നൊന്നും പോലീസ് ഇതുവരെയും അത്തരത്തിലുള്ള ഒരു കണക്കൂട്ടിലേക്കൊന്നും പോലീസ് എത്തിയിട്ടില്ല. എന്തായാലും
ആളെ കുറിച്ചുള്ള വിശദമായ ആ മേഖലയിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന ഈ ഡോഗ് സ്ക്വാഡ് അതുപോലെ വെള്ളിയാട വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ എത്തും. പക്ഷേ ഇതിനെല്ലാം പ്രതിസന്ധിയായി നിൽക്കുന്നത് വെള്ളിയാടം കിട്ടണമെങ്കിൽ കയ്യുറ ധരിക്കാൻ പാടില്ല. പക്ഷേ ഇയാൾ കയ്യുറ ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ ഒരു വിധത്തിലും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് ഇയാൾ മോഷണത്തിനായി ബാങ്കിൽ എത്തിയത്. അതുല്യ, എന്തായാലും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള കൂടുതൽ ഫോഴ്സ് അവിടെ എത്തി അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കവർച്ച നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കയ്യുറയും അതുപോലെ തന്നെ മുഖം വ്യക്തമാകാത്ത രീതിയിലുള്ള ഹെൽമറ്റും മാസ്കും ധരിച്ച് ഇരുചക്രവാഹനത്തിലെത്തിയ ആളാണ് ഈ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവർന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ ഉച്ചയോടെയാണ് കവർച്ച നടന്നത്. ആളുകൾ ഉച്ചഭക്ഷണത്തിന്റെ ആ ഒരു ഇടവേളയ്ക്കായി പോയ സമയത്താണ് അക്രമി ബാങ്കിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ കുറവായിരുന്നു. മറ്റ് ജീവനക്കാർ മിക്കവാറും ഉച്ചഭക്ഷണത്തിനായി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്രമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധം ജീവനക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് കവർച്ച നടത്തി ഇയാൾ രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ബാങ്കിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്.